നമസ്കാരം, ഞാൻ ഷമീർ അലി. സ്റ്റാൻഡപ്പ് വ്ലോഗ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ എന്താ അങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ഒരു 2-3 ബീഫിൻ്റെ പോത്തിൻ്റെ തലച്ചോറൊക്കെ എടുത്ത് അതൊന്ന് ഫ്രൈ ചെയ്ത് ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതിന്. അപ്പോൾ നമുക്ക് സാധനം ഒന്നേ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും സിമ്പിളായിട്ട് അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ചിലപ്പോൾ നിങ്ങൾ ലാസ്റ്റൊക്കെ ആക്കിയാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ തന്നെ ലൈക്ക് ഒന്ന് അടിച്ചിട്ട് വീഡിയോ കണ്ടു തുടങ്ങിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതൊന്ന് നന്നാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു പാട നമ്മളെടുത്ത് ഒഴിവാക്കും. എന്നിട്ട് അതിൻ്റെ അടിയിൽ കാണുന്ന ഈ ഞരമ്പുകളും നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ ഞരമ്പും മുകളിലുള്ള ആ തൊലിയൊക്കെ പോക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. പക്ഷേ ഇത് നോക്കിയിട്ടിടാം. എൻ്റെ ചാറ് വന്നോളി. അപ്പോൾ നമ്മളെ ഉള്ളി നന്നായി ഇങ്ങനെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കുരുമുളക് പൊടിച്ചത്, പൊടി ഇട്ട് കൊടുത്ത് കുരുമുളക് നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം കൂറ്റിക്കളഞ്ഞ് നമ്മളെ തലച്ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്തു. അവനവിടെ കിടന്ന് വേവട്ടെ. ഒരു കളറ് കുറവ് പോലെ തോന്നിയേ ലേശം കാശ്മീരി ചില്ലിയുടെ നമ്മളിലേക്ക് ഇട്ടു. ആഹാ, കളറായി. കളറില്ലാത്ത ഒരു പരിപാടി നമുക്കില്ല. കളർഫുൾ ആയിക്കണം നമ്മൾ മൊത്തത്തിൽ. നമ്മൾ ഇതിലേക്ക് 2 മുട്ടയും കൂടിയും പൊട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ്.
നല്ലോണം ഇതുമായിട്ട് വന്നിങ്ങനെ അടിച്ച് ചേർത്ത് കൊടുക്കണം. ആഹാ, സിമ്പിളനായിട്ടോ. ഇപ്പം നമ്മളെ സംഭവം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ തീയൊക്കെ ഓഫാക്കി വെക്കുകയാണ്. അപ്പോൾ എന്നാൽ നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോവാണേ. അപ്പം നമ്മൾ കുറച്ച് ബ്രെഡൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാം. ടെസ്റ്റ് ചെയ്യാട്ടെ. ഇതുപോലൊക്കെ തന്നെ പോയി തിന്നേം പറ്റും. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലുള്ള വയലുകളിലോ അല്ലെങ്കിൽ മലയിലൊക്കെ പോയി ആസ്വദിച്ച് തിന്നും. തീറ്റയാണ് അതിൻ്റെ മെയിൻ. പൊളിയാട്ടോ, ഒന്നും നോക്കണ്ട, ട്രൈ ചെയ്തോളൂ. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, പക്ഷെ ഞാൻ ആ ബ്രെഡിൻ്റെ സൈഡിൽ വെച്ചിട്ട് ആ കോഴിമുട്ടയും കൂടി നമ്മൾ അതിലേക്ക് കൊടുത്തില്ലേ, അതാണ് അതിൻ്റെ വൈബ് ടേസ്റ്റ്. ഞങ്ങൾ കുറച്ചാടെ എടുത്തേക്കാന്ന് വിചാരിച്ചാൽ കേട്ടോ, പക്ഷേ വേണ്ട, നടക്കൂലേ, നടക്കുക. ഇമ്മാതിരി ടേസ്റ്റാ. രണ്ട് ബ്രെഡ് കൂടിയിട്ട് തിന്ന് നോക്കാം. ഇപ്പം നല്ല വിശപ്പുണ്ട്. രാവിലെ ഒരു 5:45 ആയപ്പോൾ ഇറങ്ങിയിരുന്നു ഇതിന് വേണ്ടി. കാരണം നമ്മൾ തലച്ചോറ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ പോയിട്ട് തന്നെ നമുക്ക് വേണ്ടി അത്ര കിട്ടിയില്ല. നമ്മൾ 3 എണ്ണത്തിൻ്റെ ഞാൻ ഉദ്ദേശിച്ചു, ഒന്നേ നമുക്ക് കിട്ടിയില്ല. ഇതാ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്, നമുക്ക് കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ എല്ലാവരും കഴിക്കാത്തവരൊക്കെ ഒന്ന് പരീക്ഷിക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതേപോലത്തെ സിമ്പിളായിട്ടുള്ള വേറെ വിഭവങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസിൽ ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്ത സപ്പോർട്ടിനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.